അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ചിക്കൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഓയിലാണ് കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പുരട്ടി എടുത്തതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യം 3 സവോളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അത് ചോപ്പറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഡിഷിന് സവോള ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ നല്ലത്. അങ്ങനെ നമുക്ക് സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സവോളൊക്കെ ഞാനിവിടെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ചെറുതാക്കിയിട്ട് തന്നെ കുനുകുനാന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാനിലോട്ട് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള നന്നായിട്ടുണ്ട് വഴണ്ട് കിട്ടേണ്ട, എന്നാലും ഒരുവിധം വഴണ്ട് കിട്ടും വേണം കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതാകുമ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും. ചിക്കൻ ഐറ്റമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയിൽ മുക്കി പൊരിച്ച സ്നാക്കും അല്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സവോള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് 2 പച്ചമുളക്, ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ചേർക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്താലും മതി കേട്ടോ എരിവിന്, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം. പൊടികൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ മസാലയോടൊക്കെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ഇതേപോലെ ഒന്നെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ കറക്കിയെടുത്താലും മതി. ഇങ്ങനെ പിച്ചെടുക്കണ്ട കേട്ടോ. അതും ഇങ്ങനെ ചെറുതാക്കി തന്നെ ചോപ്പ് ചെയ്ത് കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 6 മുട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മളുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ട് ഈ ബാറ്ററിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി ഇതിലോട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്യാപ്സിക്കം ഇങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലും കൂടി അവിടെ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ. ഇപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാനിലോട്ട് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
അപ്പോൾ കണ്ടോ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ചിക്കൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.